ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക. ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്യണം. ഇന്ന് ഒരു ദുഃഖകരമായ വാർത്തയാണ്. ഇന്നലെ നടന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും മനസ്സ് ആകെ വിഷമിച്ച ഒരു സംഭവമാണ്. ഈ സംഭവം നടക്കുന്ന പയ്യന്നൂർ രാമൻ തളികയിലാണ് ഈ സംഭവം നടക്കുന്ന 4 അംഗ കുടുംബം ആത്മഹത്യ ചെയ്തു. ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം വന്നത് കണ്ണൻ എന്ന് പറയുന്ന ഒരു ആൺകുഞ്ഞ് 2 വയസ്സ്, പിന്നെ ഹിമ എന്ന് പറയുന്ന 5 വയസ്സുള്ള കുഞ്ഞുമാണ് മരണപ്പെട്ടത്. അവർക്ക് വിഷം കൊടുക്കുകയായിരുന്നു അച്ഛൻ. പിന്നെ കലാധരനും ഉഷാ കലാധരൻ, ഈ കലാധരൻ്റെ അമ്മയാണ്. അങ്ങനെ മൊത്തം 4 മരണം കേട്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി. കുടുംബ പ്രശ്നമാണ്, ഭാര്യയും ഭർത്താവുമായ കുടുംബ പ്രശ്നമാണ്. കലാധരനും ഭാര്യയും 1 വർഷം കൊണ്ട് പിണങ്ങി നിൽക്കുകയാണ്. കലാധരൻ്റെ കൂടെയാണ് ഈ കുഞ്ഞുങ്ങൾ. അങ്ങനെ കുടുംബ കോടതിയിൽ കേസും വഴക്കും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കോടതി വിധി വന്നു, പിന്നെ കുഞ്ഞുങ്ങളെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന്. അപ്പോൾ കലാധരൻ അത് താങ്ങിയില്ല. കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാൻ അവന് മനസ്സില്ല. അവൻ്റെ കുഞ്ഞുങ്ങൾ അവൻ്റെ കൂടെ വേണം എന്നുള്ള ഒരു ഇതുകൊണ്ട് എങ്കിൽ പിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം എൻ്റെ ഭാര്യയും കുടുംബക്കാരും ആണെന്നാണ് എഴുതി വെച്ചേക്കുന്ന ആത്മഹത്യാക്കുറിപ്പിൽ. കലാധരൻ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. കുഞ്ഞുങ്ങളെയും കൊന്ന് അവനും അവൻ്റെ അമ്മയും മരിച്ചു. ആർക്ക് പോയി എന്ന് ആലോചിച്ച് നോക്ക്. ഭാര്യയ്ക്ക് ഒരു തത്തി വാശി, ഭർത്താവിനൊരു തത്തി വാശി, കുടുംബക്കാരെല്ലാം കൂടി നിന്ന് എരികേറ്റി കൊടുക്കുക. ഇതൊക്കെ കഴിഞ്ഞ് ഈ 2 കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ വാശി. ഞാൻ എൻ്റെ കുഞ്ഞിനെ അവൾക്ക് വിട്ടുകൊടുക്കില്ല, ഞാൻ കൊന്നാലും വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശി. ഞാൻ വാശിക്ക് വേണ്ടി എന്തും ചെയ്യും, ഞാൻ മരിച്ചാലും എൻ്റെ കുഞ്ഞ് ചത്താലും അവൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശി. ഭാര്യ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല, ഇനി എന്ത് നിയമത്തിൽ പോയാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവരുമെന്നുള്ള വാശി. നീ വിട്ടുകൊടുക്കരുത്, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ പിടിക്കണം, കൊണ്ടുവരണം എന്നുള്ള വാശി വീട്ടുകാർക്ക്. ഇതൊക്കെ പറഞ്ഞ് തീർത്ത് ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒത്തു ജീവിക്കാൻ വയ്യെങ്കിൽ വേണ്ട, പോട്ടെ, പിരിയാം. കുറച്ച് നാൾ അമ്മയുടെ കൂടെ, കുറച്ച് നാൾ അച്ഛൻ്റെ കൂടെ, അങ്ങനെ ജീവിച്ചുകൂടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ ഇപ്പോൾ കുരുതി കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? കല്യാണം കഴിച്ച് 2 കുഞ്ഞുങ്ങളാവുന്നിടം വരെ പ്രശ്നമില്ല. കുഞ്ഞുങ്ങളൊക്കെ ആയി കുറച്ച് കഴിയുമ്പോഴാണ് കുടുംബത്തിൽ പല പല പ്രശ്നങ്ങൾ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ വെച്ച് പേശുക, വില പേശുക എന്ന് പറയില്ലേ, അതാണ് ഇവിടെ നടക്കുന്നത്. അതിന് കൊടുക്കേണ്ടി വന്ന 4 ജീവനുകളാണ്. ചിന്തിക്കണം, 4 ജീവനുകളാണ്. കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മൂത്തവർ ഒത്തിരി പേര് കാണും. അവരെല്ലാം കൂടി ഒരു തീരുമാനം എടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒത്ത് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, പോട്ടെ. 2 കുഞ്ഞുങ്ങളുണ്ട്. ആ 2 കുഞ്ഞുങ്ങൾക്കും 2 പേർക്കും കാണാവുന്ന രീതിയിൽ അമ്മയ്ക്കും അച്ഛനും കാണാം. അച്ഛൻ്റെ അടുത്ത് നിർത്താം, അമ്മയ്ക്ക് അടുത്ത് നിർത്താം. അങ്ങനെ വേണമായിരുന്നു. അല്ലാതെ എനിക്ക് മാത്രം വേണം എൻ്റെ കൊച്ചിനെ, അച്ഛന് കൊടുക്കാൻ പാടില്ല, അങ്ങനെയുള്ള ചിന്ത. എനിക്ക് മാത്രം വേണം എൻ്റെ മക്കളെ, ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള വാശിയാണ് ഈ മരണത്തിന് ഉത്തരവാദിയായത്. ഇതിൽ ഭാര്യയ്ക്കുമുണ്ട്, ഭർത്താവിനുമുണ്ട്. 2 പേരും തെറ്റുകാരാണ്. നിങ്ങൾ എന്തിനാണ് ഈ 2 കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചത്? നിങ്ങൾക്ക് കൊല്ലാനായിരുന്നു, ഈ വാശി തീർക്കാനായിരുന്നു. സ്വയം 2 പേരുടെയും വാശി തീർക്കാനാണോ ഈ 2 കുഞ്ഞുങ്ങളെ നിങ്ങൾ ജനിപ്പിച്ചത്? ഒന്നിന് 2 വയസ്സും ഒന്നിനൊരു 5 വയസ്സുമുള്ള കുഞ്ഞുങ്ങളാണ്. അതിനെ എങ്ങനെ കൊല്ലാൻ തോന്നിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ മുഖത്ത് നോക്കി വിഷം കൊടുക്കാൻ എങ്ങനെ തോന്നിയെന്നാണ്. വാശി, വൈരാഗ്യം. ഞാൻ തോക്കില്ല, ഒരിക്കലും തോക്കില്ല എന്നുള്ള വാശി. അതിനപ്പുറമാണ് ഭാര്യയ്ക്ക്. ഇല്ല, ഞാൻ വിട്ടുകൊടുക്കില്ല എന്ത് വന്നാലും. ഇപ്പം നിങ്ങൾ ആർക്ക് വിട്ടുകൊടുത്തു? ഇപ്പം എന്തായി? ഈ കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഉപകരിച്ചോ? ഇല്ല, പാവം. ആ കുഞ്ഞുങ്ങളുടെ മരണം പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ ഭർത്താവ് ജയിച്ചോ, ഭാര്യ ജയിച്ചോ? ആര് ജയിച്ചെന്നാണ് തോന്നുന്നത്? ഭർത്താവ് 4 പേര് മരണം കൊണ്ട് അവളെ ഞാൻ തോപ്പിച്ചു എന്നാണോ ഭർത്താവ് വിചാരിച്ചത്? ഭാര്യ എന്ത് വിചാരിച്ചു? 4 മരണം കൊണ്ട് അയാൾ എന്നെ തോപ്പിച്ചെന്ന് വിചാരിച്ചു. കോടതി, കേസ്, ഇതൊക്കെ കുടുംബത്തുള്ളതാണ്. 2 പേർക്കും ചോദിക്കാൻ പറ്റില്ലെങ്കിൽ മാന്യമായി പിരിയുക. ഇതിനിടയിൽ കുഞ്ഞുങ്ങളെ വലിച്ചഴച്ച് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, പ്ലീസ്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു.